അപ്പം ഇന്ന് ന്യൂസപ്പനടിയിലേക്ക് പോവുകയാണ്. ന്യൂസപ്പനടിയിലേക്ക് ബോട്ട് പോകണം. നമുക്ക് വാഹനം പോകില്ല അങ്ങോട്ട്. ചെറിയൊരു ദ്വീപാണ്. ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഫെറീൻ്റെ ഒക്കെ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ചെറിയൊരു എക്സ്പെരിമെൻ്റ് മാതിരി ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നിട്ട് ബുക്ക് ചെയ്ത്. ഇപ്പോൾ സനൂർ ഹാർബറിൽ വന്ന് നോക്കുമ്പോൾ വീക്കെൻഡ് സ്റ്റാർട്ടാവുകയാണ്. ഓൺലൈനിൽ ഇവിടുത്തെ ടിക്കറ്റ് ഇല്ല, വമ്പൻ തിരക്ക്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കടകളിലൊക്കെ ചോദിച്ചപ്പം ചിലർ ഭയങ്കര റേറ്റ് പറഞ്ഞു. അവസാനം ഒരു കടയിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി. 9:30 എത്തിയത് 10:30 ബോട്ട് തന്നെ കിട്ടി. പല കടകളിലും ഉച്ചയ്ക്ക് 1 മണിൻ്റെ ബോട്ട് മാത്രമേ ഉള്ളൂ, 12 ശേഷമുള്ള ബോട്ടുള്ളൂ. റേറ്റും ഭയങ്കര കൂടുതൽ. പക്ഷെ ഒരു കടയിൽ പോയപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഫാസ്റ്റ് ബോട്ടിനാണ് പറഞ്ഞത്. 350K 2 ടിക്കറ്റ് കിട്ടി. അപ്പം ഓക്കെ, അടിപൊളി. നമ്മൾ ടിക്കറ്റ് എടുത്തു. 10:30 പോകുമെന്ന് പറഞ്ഞു. ഇനി 10:30 പോകുമെന്ന് നോക്കാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഹാർബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനൊരു ടാഗ് തന്നു, ഒരു റെസീപ്റ്റും തന്നു. ആ റെസീപ്റ്റ് മിസ്സാകാൻ പാടില്ല കേട്ടോ. ഇവിടെ ഡിജിറ്റലല്ല കുറേ കാര്യങ്ങൾ, തരുന്ന പേപ്പറും കാര്യങ്ങളും മിസ്സായി കഴിഞ്ഞാൽ മെനക്കേടാണ്. പിന്നെ ഞങ്ങൾ 1 വേ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഗോയിങ് ടു സ്റ്റേ ദർ ഇൻ ന്യൂസപ്പനഡ ടുഡേ. ഒരു ദിവസം ട്രിപ്പ് ആൾക്കാർക്ക് വേണമെങ്കിൽ അടിക്കാം. 2 വേ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. രാവിലെ പോയിട്ട് വൈകുന്നേരത്തെ ലാസ്റ്റ് ബോട്ടിൽ തിരിച്ച് വരാം. ലാസ്റ്റ് ബോട്ട് അറൗണ്ട് 5-6 ഉണ്ടെന്ന് പറയണത്. You need to go to the office over there. This way. Yes. You can go back or refund or schedule. Of course, every day we are for you to go. Okay? Let's go there. ഓൺലൈൻ ബുക്ക് ചെയ്ത ഈ പ്രോബ്ലം മൊത്തം ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ 2 ടീം ഇന്ത്യക്കാരനെ പോകുന്നു. അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന പറയുന്നത്. അധികവും ഓൺലൈൻ ബുക്ക് ചെയ്തായിരിക്കും. ഇവിടെ അങ്ങനത്തെ കുഴപ്പമുണ്ട്. ബോട്ട് എപ്പോഴും ക്യാൻസൽ ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേറ്റ് ആവാം, ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പം പെട്ടെന്ന് ബോട്ടിന് മുന്നേ എത്താൻ വേണം. വെയിറ്റിംഗ് പോലെ ഇവിടെ എന്ത് ചെയ്യണ്ട്? ഇവിടെ എന്താ നടക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിറച്ചും ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് സനൂർ ഹാർബർ. പിന്നെ നേരത്തെ കണ്ട തിക്കുന്നവർക്ക് വേറൊന്നുമല്ല, നമ്മുടെ ബോട്ടിന് മുന്നേ വേറൊരു ബോട്ട് പോകാനുണ്ട്. അതിലേക്ക് കയറാനുള്ള ആൾക്കാരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളെ ബോട്ട് വിളിച്ചു. കറക്റ്റ് ടൈമിന് തന്നെ വിളിച്ചു കേട്ടോ. 10:30 തന്നെ വിളിച്ചു. വൈകിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോട്ട് ക്യാൻസലാവും, ലേറ്റാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ കുഴപ്പങ്ങളുണ്ടായില്ല. നല്ല ജെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ പോയ ഫീലൊക്കെ ഉണ്ട്. നമ്മൾ കാല് വെള്ളത്തിൽ നനയൊന്നുമില്ല. അതവിടെ ഉണ്ട്. ആങ്കൽ 4 അതാണ് ഞങ്ങളെ ബോട്ട് കേട്ടോ. ഓക്കെ, ബോട്ടിലേക്ക് പോയി കയറാം. നല്ല അടിപൊളി പ്ലാറ്റ്ഫോം കേട്ടോ. മരത്തിൻ്റെ പലക വെച്ച് അടിപൊളി വെള്ളം. നൈസ്. ലഗേജ് കയ്യിലുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടും. കുറച്ച് ലഗേജ് ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും സുഖകരമാണ്. ആൾക്കാർ സൂട്ട് കേസ് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കാണുമ്പോൾ എൻ്റെ സങ്കടമാവുന്നുണ്ട്. ഏഞ്ചൽ ഫിഷ്. ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കൂട്ടയിൽ നിന്ന് കേട്ടോ. കൂട്ടയിൽ നിന്ന് നിയർലി ഒരു 15 കിലോമീറ്റർ ഉണ്ട് സനൂർ ഹാർബറിലേക്ക്. ഇതൊരു കാറ് മാർഗം വന്ന ഏകദേശം ഒരു 1 ഹവറിൻ്റെ മുകളിലെടുക്കും. ഞങ്ങൾ ഗ്രാബ് എന്ന ആപ്പ് വഴി ബൈക്ക് ടാക്സിയിലാണ് വന്നത്. ഇതാകുമ്പോൾ ഒരു 10-35 മിനിറ്റിൽ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. ആൻഡ് ചാർജ്, ക്യാഷിന് ട്രാൻസ്പോർട്ട് ചാർജ് വളരെ കുറവാണ് കമ്പയർഡ് ടു കാറ്. ബാലിയിലുള്ള ട്രിപ്പിന് വരുമ്പം ഗ്രാബ്, ഗോജാക്കി തുടങ്ങിയ ആപ്സ് ഒരു മസ്റ്റാട്ടോ. വളരെ ഹെൽപ്ഫുള്ളാണ് ഇവിടെ.
സനൂർ ഹാർബറിൽ നിന്ന് ന്യൂസപ്പനയുടെ ഏകദേശം 30 to 40 മിനിറ്റാണ് ബോട്ടുകാരൊക്കെ പറയുക. പക്ഷെ അതൊരു മിനിമം 50 മിനിറ്റ്സ് എടുക്കും. സീ സിക്നസ്, മോഷൻ സിക്നസ്സിനുള്ളതിനൊക്കെ ഒരു മെഡിസിൻ ഇവർ ബോട്ട് കയറുമ്പം ബോട്ട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് തരും. പക്ഷേ അത്രയ്ക്ക് റഫൊന്നും അല്ല, നമുക്ക് അത്ര കുഴപ്പമില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്കുണ്ടെങ്കിൽ മനസ്സിൽ നമ്മൾ തോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, സീ സിക്നസ് വരുന്നത്, അങ്ങനെ തോട്ടുള്ളവർ ഈ മെഡിസിൻ ഒന്ന് കഴിക്കുക, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാം. വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മുടെ ബോട്ട് ഫുള്ളായിരുന്നു കേട്ടോ. ബാലിയിലേക്ക് വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐലൻഡ് ന്യൂസ് പോയിന്റ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. വെള്ളം അടിപൊളിയായിട്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. വരുമ്പോൾ എല്ലാവരും ടാക്സി വേണോ സ്കൂട്ടി റെൻറ്റിന് വേണോ ചോദിക്കും. വേണമെങ്കിൽ എടുക്കാം. ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സ്കൂട്ടറാണ് ഇവിടെ റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തീരുമാനം. ഒരു മൊത്തം പന്നീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് നമ്മളൊരു ഈ സ്കൂട്ടർ കേട്ടോ, ഈ സ്കൂട്ടർ റെൻറ്റിനെടുത്ത് ഞങ്ങൾ മുറിയിലെത്തി. കയ്യിൽ ലഗേജൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇപ്പോൾ എത്തിയത് നിയർലി ഒരു 10-15 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ക്യൂട്ട് റൂംസാണ്. അവിടെ ഒരു പട്ടിയുണ്ട്, അടിപൊളി ചെറിയ ക്യാഫെ മാതിരി അവരെ വക. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇതാണ് ന്യൂസപ്പനിടയിൽ നമ്മൾ സ്റ്റേ. ചെറിയൊരു ക്യൂട്ട് റൂമാണ്, നല്ല ബാത്റൂമൊക്കെ ആയിട്ട്, ഒരു ചെറിയ സിറ്റ് ഔട്ടൊക്കെ ആയിട്ട്. അടിപൊളി ബെഡ്, നല്ല AC ഒക്കെ ഉണ്ട്. മിററുണ്ട്. വാഷ്റൂം അവിടെയാണ്. വൈഫ് ഉണ്ട് പോകുന്നത്. വാഷ്റൂം पे कुछ कर रहे हैं क्या? And this is the washroom. Nice. ക്ലീൻ ആണ്, ചെറുതാണ് ബട്ട് ക്ലീൻ ആണ്. ഒരു മിററൊക്കെ ഉണ്ട്. അടിപൊളി. എന്തായാലും ടൈമായി, നിയർലി 12:30 ആയി. ടൈം क्या है अभी? 12:18 ആയി ടൈം. അപ്പം ലഞ്ചും എല്ലാം കഴിക്കണം. ലഞ്ച് കഴിക്കാൻ വല്ല പുറത്ത് പോകാം. അങ്ങനെ ചടപടയെന്നൊരു ലഞ്ചൊക്കെ അടിച്ച് ഡയമണ്ട് ബീച്ചിലേക്ക് വിട്ടു. അധികം ആളുകളും ന്യൂസപ്പനിയുടെ ഒരു 1 day ട്രിപ്പ് അടിക്കും. രാവിലെ ഇങ്ങനെ ബോട്ട് പിടിച്ച് പോകും, വൈകുന്നേരം ഈവനിങ്ങിന് റിട്ടേൺ ഒരു ബോട്ട് പിടിച്ച് തിരിച്ചു വരും. ഒരു 1 day ട്രിപ്പ് പോലെ. അങ്ങനെ ചെയ്ത ന്യൂസപ്പനിയുടെ ഐലൻഡ്സ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂസപ്പനിഡിലെ മെയിൻ അട്രാക്ഷൻസൊക്കെ പല ദിശയിലാണ് കിടക്കുന്നത്. ഒന്ന് വലത്തോട്ടാണെങ്കിൽ മറ്റേ ഇടത്തോട്ട്, അങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഒരു അട്രാക്ഷൻ നിന്ന് മറ്റൊരു അട്രാക്ഷനിലേക്ക് നിയർലി ഒരു 2 hours ഡ്രൈവ് ഉണ്ടാവും. ഭയങ്കര ഹെക്റ്റിക് ആവും. ഞങ്ങൾ ഒരു 3 ദിവസത്തെ ന്യൂസപ്പനിയുടെ ട്രിപ്പ് അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇന്ന് അവിടെ എത്തി റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു സ്കൂട്ടറൊക്കെ റെൻറ്റിനെടുത്ത് ഡയമണ്ട് ബീച്ച് കാണാനാണ് പ്ലാന്. ന്യൂസപ്പനിയുടെ ഐലൻഡ്സിൽ പോകുമ്പോൾ ഒരു ടൂറിസ്റ്റ് ടാക്സ് ഉണ്ട്. പെർ പേഴ്സൺ 25,000 IDR അവർ ടാക്സായി നമ്മൾ മേടിക്കും. ഇങ്ങനെ ടൂറിസ്റ്റ് ടാക്സുകൾ വാലിയിലെ പല ഐലൻഡ്സിലും ഉണ്ടാവും. റൂമിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റേഴ്സ് ഉണ്ട് ഡയമണ്ട് ബീച്ചിലേക്ക്. ഇത് നിയർലി 1 hour എടുക്കും. ഇവിടുത്തെ റോഡുകളൊക്കെ ചെറിയ നാരോ ആണ്. അത്രയ്ക്ക് ഭയങ്കര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ചെറിയ റോഡാണ്, പിന്നെ ട്രാഫിക് ഉണ്ട്, കാറുകളൊക്കെ വരും. സൂക്ഷിച്ച് ഓടിക്കണം. അത്ര സ്പീഡിലൊന്നും പറപ്പിച്ചിട്ടൊന്നും നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. ബട്ട് മാൻ, ആ ഡ്രൈവ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത്യാവശ്യം ബൈക്ക് റൈഡ്സിനൊക്കെ പോയിട്ടുണ്ട്. ബട്ട് മാൻ, ഈ ഡയമണ്ട് ബീച്ചിലേക്കുള്ള ബൈക്ക് റൈഡ് ഉണ്ടല്ലോ, സ്റ്റോൾ മൈ ഹാർട്ട്. അത്രയ്ക്ക് സുന്ദരമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ഓഷ്യൻസ്, പിന്നെ നല്ല സുന്ദരമായ കാറ്റും. ഞാൻ വളരെയധികം ആസ്വദിച്ച് ഹാപ്പിയായ ഒരു ബൈക്ക് റൈഡായിരുന്നത്. ബട്ട് ഒരു ചെറിയ വാർണിംഗ് ഉണ്ട്.
നല്ല സുന്ദരമായ ബൈക്ക് റൈഡൊക്കെയാണ്. പക്ഷെ വണ്ടി നല്ല ഓടിക്കാറില്ല, നല്ല പണി കിട്ടും. ചെറിയ റോഡാണ്, ഐലൻഡാണ്, അതിനെ കൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെട്ടെന്ന് വണ്ടി വരും. നല്ല കാറും ബസ്സൊക്കെ വരും ഇടയ്ക്ക്. പിന്നെ റോഡും അങ്ങനെയാണ്, കുറച്ച് വളവും പുളുവൊക്കെ ഉണ്ട്, കുറച്ച് മലമായുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ കുറച്ച് പണി കിട്ടാം. അതിനെക്കൊണ്ട് നല്ല വണ്ടി ഓടിക്കാറിയാൽ മാത്രം വണ്ടി റെൻറ്റിന് എടുക്കുക. ഞങ്ങൾ 3 ദിവസം ന്യൂസപ്പൻഡിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഡയമണ്ട് ബീച്ചാണ് നമ്മളെ ഫസ്റ്റ് സ്പോട്ട്. അപ്പം ഇവിടെ കുറേ മെയിൻ അട്രാക്ഷൻസ് ഉണ്ട്, അതൊക്കെ ഞങ്ങൾ കവർ ചെയ്യും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുക ന്യൂസപ്പൻഡിൻ്റെ. സോ ഫൈനലി വി റീച്ച് ഡയമണ്ട് ബീച്ച്. ഇതാണ് ഡയമണ്ട് ബീച്ചിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു 15,000 പാർക്കിംഗ് ഫീ ഉണ്ട്. അപ്പം ഈ ഡയമണ്ട് ബീച്ച് നിൽക്കുന്നത് ഒരു വലിയ ക്ലിഫിൻ്റെ താഴെയാണ്. ആ ബീച്ചിലേക്ക് നടന്നു പോകണം. താഴത്തേക്കുള്ള വഴി അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റിൻ്റെ ട്രക്കാണ് താഴത്തേക്ക്. അത്ര ഡിഫിക്കൽട്ട് ട്രക്കൊന്നുമല്ല. ബട്ട് ഇവിടെ വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, ശാരീരിക പ്രശ്നമുള്ളവർ പ്രായം കൂടിയൊന്നും താഴത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട്. താഴത്തേക്ക് നടന്നു പോയാൽ തിരിച്ച് നടന്ന് തന്നെ വരണം. അവിടേക്ക് ലിഫ്റ്റോ അല്ല മോട്ടോർ വണ്ടികളോ ഒന്നും അങ്ങോട്ട് താഴത്തേക്ക് പോവില്ല. പിന്നെ ഈ ഡയമണ്ട് ബീച്ചിലേക്കുള്ള ഫുൾ ട്രക്കിംഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ ഫുൾ ട്രക്കിംഗ് ഇട്ടിട്ടില്ല, വീഡിയോയുടെ നീളം വളരെയധികം കൂടുന്നുണ്ട്. ഫുൾ ട്രക്കിംഗ് വീഡിയോ വരുന്നുണ്ട് വേറെ. ഡയമണ്ട് ബീച്ചിലേക്ക് നടന്നിറങ്ങുന്ന ഈ സ്റ്റെപ്സിലെ വ്യൂ അതിമനോഹരമാണ്. ഫോട്ടോസ് റീൽസൊക്കെ എടുത്താൽ പൊള്ളിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ സ്റ്റെപ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റിയലി ക്രൗഡഡ് ആണ്. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോസ് റീൽസ് എടുക്കുന്ന തിരക്കിലാണ് അവിടെ. ഇവിടേക്ക് വരുന്ന പകുതിയിലേറെ ആൾക്കാരും താഴത്തേക്ക് പോകില്ല. ഈ താഴത്തേക്ക് പോകുന്ന സുന്ദരമായ വഴിയിലിരുന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് അവർ തിരിച്ചു മടങ്ങും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, താഴേക്ക് പോയിരുന്നാലും ഒരു കുറ്റബോധം ഉണ്ടാവും. അതിനോട് ഞങ്ങൾ താഴത്തേക്ക് തന്നെ നടന്നു. താഴത്തേക്കുള്ള വഴി ചെറുതാണ് ആൻഡ് വലിയ വലിയ സ്റ്റെപ്സാണ്. ഇത്തിരി സ്ലിപ്പറിയാണ് ചില ഭാഗങ്ങളിലൊക്കെ. അപ്പം കുറച്ച് ഗ്രിപ്പുള്ള, കുറച്ച് നടക്കാനൊക്കെ പറ്റുന്ന ചെരുപ്പോ ഷൂസായാലും സുഖം ഉണ്ടാവും നടന്നിറങ്ങാൻ. ഈ സ്റ്റെപ്സിലൂടെ ബീച്ചിലേക്ക് താഴത്തേക്ക് നടക്കുമ്പം ഇവിടെയുള്ള വ്യൂ ഇസ് സോ അമേസിങ്. നമ്മൾ കുറച്ച് നേരം ചുമ്മാ ഈ വ്യൂവും കണ്ടിങ്ങനെ സ്റ്റെപ്സിലേക്ക് ഇരുന്നാൽ മതി എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് അടിപൊളി സുന്ദരമായ വ്യൂ ആട്ടോ. അങ്ങനെ നിയർലി ഒരു 25 മിനിറ്റ്സ് ട്രക്കിന് ശേഷം ഞങ്ങൾ ഫൈനലി ഡയമണ്ട് ബീച്ചിലെത്തി. അത്രയ്ക്ക് പ്രയാസമൊന്നുമില്ല കേട്ടോ. ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചിട്ട സംഭവമുള്ളൂ. പക്ഷേ പ്രായമായവർക്കും ഹൃദ്രോഗികൾക്കും കുറച്ച് പ്രശ്നമുള്ളവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിൾ തന്നെ പരിപാടി, അത്ര ദൂരവും ഇല്ല, ലെങ്ത്തും ഇല്ല. സുഖമായിട്ടെത്തി താഴെ. ഫുള്ള് എല്ലാവരും ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെയാണ് ഇവിടെ, ഒരു രക്ഷയില്ല. എല്ലാവരും ക്യാമറ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട്. ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല, ഭയങ്കര കരണ്ടാന്ന് പറഞ്ഞു. ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. അപ്പം സ്വിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാല് നനപ്പിയൊക്കെ ചെയ്യാം, ഒരു വിഷയമുള്ള കാര്യമല്ല. Hi Joops, how was the walk? How was the walk? It was good. It's not that difficult, right?
ഇതാണ് ഡയമണ്ട് ബീച്ച് ഇൻ ന്യൂസ പെനീഡ. അത്രയ്ക്ക് വളരെ ഡിഫിക്കൽട്ടായ ട്രക്കൊന്നുമല്ല, പക്ഷെ എല്ലാവരും താഴത്തേക്ക് വരാറില്ല. ഈ ബീച്ചിൽ നീന്താൻ പറ്റില്ല, വളരെ സ്ട്രോങ് കറണ്ടാണ്. ഒട്ടനവധി ടൂറിസ്റ്റുകാരും മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ ഈ കറണ്ടിലൊക്കെ പെട്ടിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാവരും മുകളിൽ നിന്ന് താഴത്തേക്ക് വരാത്തത്. നീന്താൻ പറ്റില്ല, നമ്മൾ കാല് നനയ്ക്കുകയൊക്കെ ചെയ്യാം. കടലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല നമുക്ക്. തിര അടിക്കുന്ന ഭാഗത്തിരുന്ന് കാലൊക്കെ നനയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല നമുക്ക് ഫീൽ ചെയ്യാം കറണ്ട് സ്ട്രോങ് ആണെന്ന്. ന്യൂസ പെനീഡയിലേക്ക് വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടിന് ഡയമണ്ട് ബീച്ച് കിട്ടും. വളരെ സുന്ദരമായ സ്ഥലമാണ്. താഴത്തേക്ക് നടക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും വന്ന് ഇറങ്ങിയവരൊക്കെ ചെയ്യാം. ന്യൂസ പെനീഡ വരികയാണെങ്കിൽ ഡയമണ്ട് ബീച്ച് എന്തായാലും വിസിറ്റ് ചെയ്യുക. ഡയമണ്ട് ബീച്ച് നിന്ന് ഇനി മുകളിൽ കയറി അവിടം വരെ എത്തണം. അതാണ് ചെറിയ ടാസ്ക്കായി തോന്നണത്. തിരിച്ചടന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ന്യൂസ പെനീഡയും ഈ ഡയമണ്ട് ബീച്ചിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ന്യൂസ പെനീഡയിൽ 2 ദിവസം കൂടി സ്റ്റേ ഉണ്ട്. അപ്പം അവിടുത്തെ വേറെ അട്രാക്ഷൻസൊക്കെ നമ്മൾ പോയി കാണുന്നതാണ്. അപ്പം ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ ബാലി സീരീസിലെ ബാക്കിയുള്ള വീഡിയോക്ക് ചെക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.